ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് മോഡൽ സ്കിൽ ലോൺ സ്കീം, TDS 01 മിഷൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ 125th അമെൻമെന്റ് ബിൽ, ഹെഫ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് കാർഗിൽ. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ സ്കിൽ ലോൺ സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 2015 കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഈ മോഡൽ സ്കിൽ ലോൺ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീവാംപ്ഡ് വേർഷൻ അല്ലെങ്കിൽ ഈ സ്കീമിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഈ സ്കീം പുതുതായിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8-നകത്തൊരു വാർത്ത വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015 കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതിന്റെ തൊട്ടു മുമ്പത്തെ, അതായത് 2014-15 ബഡ്ജറ്റിന്റെ സമയത്താണ് ഈ സ്കീം അനൗൺസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 2015 ജൂലൈയിലാണ്. അപ്പോൾ ഈ സ്കീം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ ഒക്യുപ്പേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിഫിക്കേഷൻ പാക്സ് അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിന് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കീം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ കോഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ ഒക്യുപ്പേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിഫിക്കേഷൻ പാക്സുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള മറ്റുള്ള സ്കില്ലുകളുമായിട്ട് ഏതെങ്കിലും സ്കില്ലുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ആൾക്ക് ആ കോഴ്സിനുള്ള ഫീസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസും ഉണ്ടാവും. ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് തുടക്കത്തിൽ ഇപ്പൊ ഈ 2015 ഈ സ്കീം അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസിൽ ഇപ്പോ ഈ 2024 ഇപ്പോൾ ഇന്നലെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്കീമിന്റെ പരിധി പെടണമെങ്കിൽ ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സുകൾ ഏത് തരത്തിലുള്ള കോഴ്സുകളായാലും കുഴപ്പമില്ല. ഇത് സർട്ടിഫിക്കേഷൻ കോഴ്സുകളാവാം, ഡിപ്ലോമ ആവാം, ഡിഗ്രി ആവാം. ഓക്കെ, പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഈ സ്കീമിന്റെ കീഴിൽ ലോൺ കിട്ടണമെങ്കിൽ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുന്ന കോഴ്സുകൾക്ക് മാത്രമേ ഈ ലോൺ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ സ്കീം അനുസരിച്ച് ഗവൺമെന്റ് നേരിട്ടല്ല ലോൺ കൊടുക്കുന്നത്, പകരം ബാങ്കുകൾ വഴിയാണ്. അപ്പോൾ ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ലോണുകൾ എടുക്കാൻ പറ്റുന്ന ബാങ്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ അല്ലെങ്കിൽ IBA ഉണ്ട്. ഈ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ബാങ്കുകൾക്കാണ് ഈ സ്കീം പ്രധാനമായിട്ടും ബാധകമായിട്ടുള്ളത്. ഇത് കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഡ്വൈസ് ചെയ്യുന്ന മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഈ സ്കീം അനുസരിച്ചിട്ടുള്ള ലോൺ കിട്ടും. അപ്പോൾ ഈ ലോണിന്റെ മുകളിൽ ചുമത്താൻ പറ്റുന്ന പലിശ നിരക്കിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് ഈ ലോൺ എടുക്കുന്ന ആളുകൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മൊറട്ടോറിയം പീരീഡിനകത്തും ചില ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ഇനി ഈ സ്കീം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ട്, അതായത് ഒരു വ്യക്തിക്ക് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ലോൺ എടുക്കണമെങ്കിൽ അതിനുള്ള എലിജിബിലിറ്റി ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവര് ഇനി പഠിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ITIസോ പോളിടെക്നിക്സോ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ ബോർഡൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള മറ്റുള്ള സ്കൂളുകളോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കോളേജ് ആവണം, അല്ലെങ്കിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പാർട്ട്ണർ ആവണം, അല്ലെങ്കിൽ സെക്ടർ സ്കിൽ കൗൺസിൽസ്, സ്റ്റേറ്റ് സ്കിൽ മിഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്കിൽ കോർപ്പറേഷൻസ് ഇവരൊക്കെ ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പാർട്ട്നേഴ്സ് ആവണം. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള കോഴ്സുകൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ലോൺ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ലോൺ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല. ഇത്ര വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമേ ലോൺ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ആയിട്ട് ഒരു മിനിമം ഡ്യൂറേഷൻ പറയുന്നില്ല. ഇതിനകത്ത് 2015 ഈ പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഫിനാൻസിന്റെ അല്ലെങ്കിൽ ഈ ലോണിന്റെ പരിധി എന്ന് പറയുന്നത് 5000 രൂപ തൊട്ട് 1,50,000 രൂപ വരെയാണ്. അപ്പൊ നമുക്കറിയാം ഈ 1,50,000 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ BTech ഒക്കെ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കിൽ അക്വയർ ചെയ്യുന്ന സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാജുവേഷൻ കോഴ്സുകളുടെയൊക്കെ ഫീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 1,50,000 കൊണ്ടൊന്നും അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ പറയുന്ന 2015 അനൗൺസ് ചെയ്തിട്ടുള്ള ഈ സ്കീം അത്ര വലിയ സക്സസ് ആയിരുന്നില്ല. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ലോൺ എടുക്കാൻ ആളുകൾ വിമുഖത കാണിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്കില്ലിനെ റീവാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ 1,50,000 എന്നുള്ള ലോണിന്റെ അപ്പർ ലിമിറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് 1,50,000 പകരം 7.5 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട്, നേരത്തെ ഈ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ട്നേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നായിരുന്നു ലോൺ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇപ്പൊ അത് കൂടാതെ NBFCs അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, അതുപോലെ തന്നെ NBFC MFIs ഉണ്ട്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, ഇവരുടെ കയ്യിൽ നിന്നും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ലോൺ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നേരത്തെ ഈ NSQF-ന്റെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ NSQF ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമേ ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് ലോൺ കിട്ടിയിരുന്നുള്ളൂ എങ്കിൽ, ഇപ്പൊ അല്ലാത്ത കോഴ്സുകൾക്കും ഈ പറയുന്ന ലോണിന്റെ ബെനിഫിറ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് TDS 01 മിഷനെ കുറിച്ചാണ്. അപ്പൊ ഈ TDS 01 മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8 വാർത്ത വന്നിട്ടുണ്ട്. അതേപോലെ ഹിന്ദുവിലും ഇതിനെക്കുറിച്ചൊരു വാർത്തയുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ISRO ഈ വർഷം ഇനി ബാക്കിയുള്ള 5 മാസങ്ങളിലായിട്ട് വിക്ഷേപിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്ന സമയത്ത്, നമ്മുടെ ഇന്ത്യയുടെ ISROയും അതുപോലെ തന്നെ അമേരിക്കയുടെ നാസയും കൂടി ചേർന്നിട്ട് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാറ്റലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മിഷനാണ് നിസാർ സ്കീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാസ ISRO സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ റഡാർ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ വർഷം ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു വാർത്തയുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഈ വാർത്തക്കകത്ത് നമ്മൾ ഇപ്രാവശ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്ന സാറ്റലൈറ്റുകളിലൊന്നായിട്ട് അല്ലെങ്കിൽ മിഷൻസിലൊന്നായിട്ട് പറയുന്നതാണ് ഈ TDS 1 മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ TDS 1 മിഷൻ നമ്മൾ എടുക്കാനുള്ള കാരണം. അപ്പൊ ഈ TDS 1 അല്ലെങ്കിൽ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് 01 എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് ഇന്ത്യ വിക്ഷേപിക്കാൻ പോകുന്ന ഒരു ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് ആണ്. അതായത് പുതിയ ചില ടെക്നോളജികൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ബേസിക്കലി ഈ സാറ്റലൈറ്റിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ക്യാരി ചെയ്യുന്നത് ISROയുടെ കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് ഉണ്ട്, ഓക്കെ, ഗാന്ധിനഗറിലുള്ള. അതുപോലെ തന്നെ CSIR-ന്റെ ഒരു സീറി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, രാജസ്ഥാനിലെ പിലാനിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള. ഇവരുടെ രണ്ടുപേരുടെയും ചില പേലോഡ്സ് ആണ് ഈ സാറ്റലൈറ്റിനകത്ത് പ്രധാനമായിട്ടും ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇന്ത്യ ഇന്റേണലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു 300 മില്യൺ ന്യൂട്ടൺ ഇലക്ട്രിക് പവേർഡ് ആയിട്ടുള്ള ത്രസ്റ്റേഴ്സ് ആണ് അതിനകത്ത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ ഭൂമിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകൾക്ക് അവരുടെ ആ ഒരു ഭ്രമണപഥമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ത്രസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നിലവിൽ നമ്മുടെ ISROയുടെ സാറ്റലൈറ്റുകളിൽ യൂസ് ചെയ്യുന്ന ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ത്രസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതിന് പകരം ഇലക്ട്രോണിക് ത്രസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു 300 മില്യൺ ന്യൂട്ടൺ ഇലക്ട്രിക് പവേർഡ് ആയിട്ടുള്ള ത്രസ്റ്റേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഭാവിയിലുള്ള സാറ്റലൈറ്റുകളുടെയൊക്കെ പേലോഡ് വലിയ രീതിയിൽ കുറക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് അറ്റോമിക് ക്ലോക്സ്, അതുപോലെ തന്നെ ട്രാവലിംഗ് വേവ് ട്യൂബ് ആംപ്ലിഫയേഴ്സ്, അതുപോലെ തന്നെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ സ്യൂട്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 125th അമെൻമെന്റ് ബില്ലിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള ട്രൈബൽ ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ 6th ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബില്ല് 2019 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതും പെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ബില്ലാണിത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഈ ബില്ലിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി പൊളിറ്റിയിലൊക്കെ ഈ 6th ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അസാം, അതുപോലെ തന്നെ മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ 4 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ ട്രൈബൽ ഏരിയാസിന്റെ, പ്രൊഡോമിനന്റ്ലി ട്രൈബ്സ് താമസിക്കുന്ന മേഖലകളുണ്ട്, അവർക്ക് ഓട്ടോണമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് പറയുന്ന ഒരു സ്ഥലമാണ് ഈ 6th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ 6th ഷെഡ്യൂൾ അനുസരിച്ച് ഈ 4 സംസ്ഥാനങ്ങളിലായിട്ട് 10 ട്രൈബൽ ഏരിയാസ് ആണുള്ളത്. ഈ 6th ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള ഏരിയാസിനെ വിളിക്കുക ട്രൈബൽ ഏരിയാസ് എന്നാണ്. അപ്പോൾ 10 ട്രൈബൽ ഏരിയാസ് ആണുള്ളത്.
അപ്പോൾ അവരുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 6th ഷെഡ്യൂളിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ചില ഭേദഗതികൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുത്തുന്ന പ്രധാനപ്പെട്ട ഈ ഒരു അമെൻമെന്റ് ബില്ലിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രപ്പോസലുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറയുന്ന ട്രൈബൽ ഏരിയാസിന് വേണ്ടിയിട്ട് വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ഈ ബില്ലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ നിലവിലെ അവസ്ഥയിൽ 6th ഷെഡ്യൂൾ അനുസരിച്ച് ഈ ട്രൈബൽ ഏരിയാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഏരിയാസിന്റെ സെൽഫ് ഗവേണൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്റ്റ് കൗൺസിലുകൾ ഉണ്ടാവും. ഓക്കെ, അതായത് ആ മേഖലകളെ അവിടുത്തെ ഗവർണർമാർ, അതായത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് കൗൺസിൽ ഉണ്ടാവും. ഇനി ഇത് കൂടാതെ ഒരു ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിനകത്ത് ഒന്നിലധികം ട്രൈബൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം, ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിനെ ഡിഫറെന്റ് ഓട്ടോണമസ് റീജൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഓട്ടോണമസ് റീജൻസ് ഉണ്ടെങ്കിൽ ആ ഓട്ടോണമസ് റീജൻസിനെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് റീജിയണൽ കൗൺസിലുകളും ഉണ്ടാവും. അപ്പൊ ഇത് കൂടാതെ, അപ്പൊ ഇതാണ് നിലവിലുള്ള അവിടുത്തെ ഒരു ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിന് പുറമെ ഈ പ്രദേശങ്ങൾക്ക് ഈ പ്രദേശങ്ങളിലെ റൂറൽ ഏരിയാസ് ആണെങ്കിൽ അവർക്ക് വില്ലേജ് കൗൺസിൽസും, അതുപോലെ തന്നെ കുറച്ച് അർബൻ ഏരിയാസ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മുനിസിപ്പൽ കൗൺസിൽസും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ലിനകത്ത് പറയുന്ന ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ കൗൺസിൽസിന് പുറമെ വില്ലേജ് കൗൺസിൽസും മുനിസിപ്പൽ കൗൺസിൽസും ഈ പറയുന്ന ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രൈബൽ ഏരിയാസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഈ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്കുള്ള അധികാരം, അതായത് ഈ വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്ക് ചില അധികാരങ്ങളും ഈ ബില്ല് കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റിനകത്തുള്ള നമ്പർ ഓഫ് വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസ് എത്രയായിരിക്കും, അവരുടെ കോമ്പോസിഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസിന്റെ ഡിലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഈ വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസിന്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഇപ്പൊ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതത് ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളിലെ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്ക് നിയമനിർമ്മാണം നടത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ ഈ വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസിന് വേണ്ടിയിട്ടുള്ള ഡെവല്യൂഷൻ ഓഫ് പവർ അല്ലെങ്കിൽ അവർക്കുള്ള അധികാരം കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവർണർക്ക് ചില അധികാരങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഗവർണർക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയയിലെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അവർക്ക് കൊടുക്കാം. ലാൻഡ് റിഫോംസിന്റെ ഇംപ്ലിമെന്റേഷനുള്ള അധികാരം കൊടുക്കാം. അർബൻ ആൻഡ് ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ, ലാൻഡ് യൂസിന്റെ റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ, ഇതെല്ലാം തന്നെ ഈ പറയുന്ന വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസിന് കൊടുത്തുകൊണ്ട് ഗവർണർക്ക് റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരം ഈ ബില്ല് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി ഇപ്പൊ നിലവിലെ ഈ ട്രൈബൽ ഏരിയാസിനെ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് കൗൺസിലുകളും, ഇനി റീജൻസ് ഉണ്ടെങ്കിൽ റീജിയണൽ കൗൺസിൽസും ഉണ്ടാവും. അതിന് പുറമെ മുനിസിപ്പൽ ആൻഡ് വില്ലേജ് കൗൺസിൽസും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബില്ലിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ ബില്ലിനകത്ത് പറയുന്ന കാര്യം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. അതായത് ഈ ബില്ലിനകത്ത് പറയുന്നത് ഈ ബില്ല് അപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ 4 സംസ്ഥാനങ്ങൾക്കാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക. അസാം, മിസോറാം, മേഘാലയ, ത്രിപുര, ഈ 4 സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണമെന്നും ആ ഫിനാൻസ് കമ്മീഷന്റെ ജോലി എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്ട്, വില്ലേജ്, മുനിസിപ്പൽ കൗൺസിലുകളുടെ ഫിനാൻഷ്യൽ പൊസിഷനെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും എന്നും പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ ഈ ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്ക് ഇടയിലുള്ള, അതായത് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിനും അവിടുത്തെ ഡിസ്ട്രിക്ട് കൗൺസിലിനും ഇടയിലുള്ള ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഈ സംസ്ഥാന ഗവൺമെന്റ് ഡിസ്ട്രിക്ട്, വില്ലേജ്, മുനിസിപ്പൽ കൗൺസിലുകൾക്ക് കൊടുക്കേണ്ട ഗ്രാൻസ് ഇൻ എയ്ഡ്, അതായത് ധനസഹായം എത്രയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഇവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, ഇതെല്ലാം തന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ നമ്മുടെ നാഷണൽ ലെവലിൽ വരുന്ന ആർട്ടിക്കിൾ 280 അനുസരിച്ച് വരുന്ന ഫിനാൻസ് കമ്മീഷനകത്തും ചില മാറ്റങ്ങൾ ഈ ഒരു ട്രൈബൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട് വരുത്തുന്നുണ്ട്. അതായത് ബേസിക്കലി ഈ ഫിനാൻസ് കമ്മീഷന്റെ ഫംഗ്ഷൻസിനകത്ത് ഈ പറയുന്ന ഡിസ്ട്രിക്ട് കൗൺസിലുകൾ, വില്ലേജ് കൗൺസിൽസ്, ഈ പറയുന്ന ട്രൈബൽ ഏരിയാസിലുള്ള മുനിസിപ്പൽ കൗൺസിൽസ്, ഈ പറയുന്ന ലോക്കൽ ബോഡീസിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഗ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്.
ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസിലേക്കുള്ള ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും ഈ ബില്ലിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിക്ട് കൗൺസിലുകൾ, റീജിയണൽ കൗൺസിൽസ്, വില്ലേജ് കൗൺസിൽസ്, മുനിസിപ്പൽ കൗൺസിൽസ്, ഇവിടേക്കൊക്കെ ഉള്ള ഇലക്ഷൻസ് അതത് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇതിനകത്തുള്ള മെമ്പേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ ഡിഫെക്ഷന്റെ പേരിലൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്നും പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില മാറ്റങ്ങളാണ് ഈ 125th അമെന്റ്മെന്റ് ബില്ലിനകത്ത് പറയുന്നത്. പക്ഷേ ഈ ബില്ല് ഇതുവരെ പാസ്സായിട്ടില്ല, പാർലമെന്റിൽ പെൻഡിങ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 6th ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള ട്രൈബൽ ഏരിയാസിൽ വില്ലേജ് ആൻഡ് മുനിസിപ്പൽ കൗൺസിൽസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹെഫയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയെ കുറിച്ചാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 13 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്ന് പറയുന്നത് 2017 നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. ഇത് ബേസിക്കലി ഒരു കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി ആയിട്ട്, അല്ലെങ്കിൽ ഒരു യൂണിയൻ ഗവൺമെന്റ് കമ്പനി ആയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കൂടാതെ RBIയുടെ അടുത്ത് ഒരു നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് കമ്പനി ആയിട്ടും കൂടി ഇതിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു NBFC NDSI എന്ന് പറയും. ഓക്കെ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി, നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ഫിനാൻസ് കമ്പനിയും കൂടിയായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇത് ബേസിക്കലി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കാനറ ബാങ്കിനും ഇടയിലുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. ഈ ഒരു കമ്പനിയുടെ 90% ഷെയർസും സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കയ്യിലും ബാക്കിയുള്ള 10% കാനറ ബാങ്കിനും എന്നുള്ള രീതിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അവർക്ക് അവരുടെ ഗ്ലോബൽ നമ്മുടെ പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്ലോബൽ റാങ്കിങ്ങിലൊക്കെ മുന്നിലെത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആവാം, R&Dയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആവും. ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നിലവിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രീമിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന ഗ്രാൻഡുകളുണ്ട്. അതിന് പകരം ആണ് ഈ പറയുന്ന ഫണ്ടിങ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ കറന്റ്ലി ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഹെഫയുടെ ഫിനാൻസിങ് വർക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് ഇവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഇവർ ചെയ്യുന്ന മറ്റുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഫിനാൻസ് ചെയ്യുന്നത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഈ ഫിനാൻസ് കണ്ടെത്തിയിട്ടാണ്. അതായത് അവർ മാർക്കറ്റിൽ നിന്ന് റിസോഴ്സസ് മൊബിലൈസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ ഇൻഡിവിജ്വൽസിന്റെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ്സിന്റെ ഒക്കെ കയ്യിൽ നിന്ന് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇക്വിറ്റി കളക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പണം കളക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് കണ്ടെത്തുന്നത്. അതുകൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫിനാൻസ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ ഫിനാൻസിന്റെ ഒരു പർപ്പസ് ആയിട്ട് പറയുന്നത് ബേസിക്കലി ഇന്ത്യയിലെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ കമ്പനികളുടെ CSR കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. ആ കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ മറ്റുള്ള ഡൊണേഷൻസും ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് ചാനലൈസ് ചെയ്യുക എന്നുള്ളതും ഹെഫയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് കാർഗിലാണ്. കാർഗിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ കാർഗിൽ വാറിന്റെ 25th ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നിങ്ങൾക്ക് എല്ലാ പത്രങ്ങളിലും കാണാൻ പറ്റും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കാർഗിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കാർഗിൽ എന്ന് പറയുന്നത്, കാർഗിൽ എന്നുള്ള പേരിൽ ഇന്ത്യയിൽ ഒരു ഡിസ്ട്രിക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടൗണും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഈ കാർഗിൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലുള്ള 2 ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഒന്ന് ലേയും മറ്റൊന്ന് കാർഗിലുമാണ്. സോ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് കാർഗിൽ എന്ന് മനസ്സിലാക്കുക. ഇനി കാർഗിൽ ടൗണിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള ലൈൻ ഓഫ് കൺട്രോളിന്റെ അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോർഡർ ടൗൺ ആണ് ഈ കാർഗിൽ എന്ന് പറയുന്ന ടൗൺ. ഈ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ടൗണും കൂടിയാണ് കാർഗിൽ എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഈ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിക്ക് 2 ക്യാപിറ്റലുകളാണുള്ളത്. ഒരു സമ്മർ ക്യാപിറ്റലും ഒരു വിന്റർ ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ അവരുടെ സമ്മർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലേയും വിന്റർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാർഗിലുമാണ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിന്റെ ഒരു ജോയിന്റ് ക്യാപിറ്റലാണിതെന്ന് മനസ്സിലാക്കുക. ഇനി കാർഗിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, കാർഗിൽ ടൗൺ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡസ് റിവറിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സുരു റിവറിന്റെ ബാങ്കിലായിട്ടാണ്. ഓക്കെ,
ഇനി അതുപോലെ തന്നെ ഈ കാശ്മീർ, ലഡാക്ക്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ബാൾട്ടിസ്ഥാൻ എന്നീ 3 ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന ഒരു ട്രൈ ജംഗ്ഷൻ കൂടിയാണ് ഈ പറയുന്ന ലഡാക്ക്, കാർഗിൽ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരിനകത്തുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളും പോലെ തന്നെ ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ ഈ കാർഗിലിന്റെ മറ്റൊരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ ലേയുടെ അല്ലെങ്കിൽ ലഡാക്ക് റീജിയന്റെ ഒരു ലൈഫ് ലൈൻ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു റോഡാണ് കാശ്മീരിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രീനഗറിനെ ലേയുമായിട്ട് കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ 1D എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രീനഗർ ലേ ഹൈവേ എന്ന് പറയുന്നത്. ഈ ശ്രീനഗർ ലേ ഹൈവേ കടന്നു പോകുന്നത് കാർഗിൽ ടൗണിലൂടെയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും കൂടി ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.